കുടുംബങ്ങൾ സമൂഹത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നു. വ്യക്തി സാമൂഹ്യ മൂല്യങ്ങളും നന്മയും ഊഷ്മളതയും പ്രസരിപ്പിക്കുന്നതിൽ കുടുംബം എന്ന ഘടകമാണ് പ്രധാന പങ്കുവഹിക്കുന്നത്. തലമുറകളിലുടനീളം സാംസ്കാരികവും ധാർമ്മികവും മാനുഷികവുമായ മനോഹാരിത കുടുംബം സമ്മാനിക്കുന്നതാണ്. മലയാള മണ്ണിൽ നിരവധി നല്ല മനുഷ്യരുടെ ജീവനാഡിയായി വർത്തിച്ച തെങ്ങിൻ തോട്ടത്തിൽ കുടുംബത്തെക്കുറിച്ച് ഒരു കഥ പറയട്ടെ. കേരളീയന്റെ ജീവനും ജീവിതവും സംസ്കൃതിയും രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ നാളികേരത്തിന്റെ നാട് എന്ന മഹിമയിൽ നിന്നാണ്. കൃഷി, സംസ്കാരവും ജീവിതോപാധിയുമായ ഈ നാട് പ്രസിദ്ധമായത് കേരം തിങ്ങും കേരള നാട് എന്ന വാക്യത്തിലൂടെയാണല്ലോ. മണ്ണിനെയും മനുഷ്യരെയും സ്നേഹിച്ച ഒരുപറ്റം നല്ല മനുഷ്യരുടെ വിയർപ്പിന്റെ ഫലമാണ് പേരുപോലെ ഹൃദ്യമായ തെങ്ങിൻ തോട്ടത്തിൽ കുടുംബം. ഇന്ന് കാണുന്ന സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കുമ്പോൾ കുടുംബത്തിന്റെ മഹത്വവും ബന്ധങ്ങളുടെ ദൃഢതയും ഉറപ്പിക്കാൻ നാം നമ്മുടെ വേരുകളിലേക്കൊന്ന് ചികഞ്ഞു നോക്കേണ്ടതുണ്ട്. സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ സുഖസൗകര്യത്തോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പൂർവികർ അനുഭവിച്ച ത്യാഗത്തിന്റെയും ക്ലേശത്തിന്റെയും നാളുകൾ കൂടി ഓർമ്മിക്കണം. കോഴിക്കോട് സാമൂതിരി രാജാവ് ഭരിച്ചിരുന്ന കാലം. നമ്മുടെ നാട് ഒരു പ്രധാന കച്ചവട കേന്ദ്രവും അറബികൾ ഇവിടുത്തെ പ്രധാന കച്ചവടക്കാരുമായിരുന്നു. സാമൂതിരി രാജാവിന് അറബികളും മുസ്ലിങ്ങളുമായുള്ള നല്ല ബന്ധം നമ്മുടെ നാടിനെയും ജനങ്ങളെയും ഒരുപോലെ വളർത്തി. 13-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കോഴിക്കോട് ഒരു പ്രധാന വ്യാപാര തുറമുഖമായി വളർന്നത്. ഈ വളർച്ചയോടൊപ്പം മുസ്ലിങ്ങളായ കച്ചവടക്കാരും ഇവിടുത്തെ പ്രധാന ശക്തിയായി മാറുകയായിരുന്നു. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പോർച്ചുഗീസുകാർ കോഴിക്കോട് വരികയും അറബികളെ തുരത്തുകയും ചെയ്തു. അവരോട് യുദ്ധം ചെയ്ത കോഴിക്കോട്ടെ കോയമാരും ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണ്. പറങ്കികളും പിന്നീട് ബ്രിട്ടീഷുകാരും കൈയടക്കിയ നമ്മുടെ നാട്ടിൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ടിപ്പുവിന്റെ പടയോട്ടം കൂടെ കഴിഞ്ഞതോടെ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകൂട ക്രൂരതയും ഭീകരതയും കാരണം പൊറുതിമുട്ടിയ മുസ്ലിം വിഭാഗം പട്ടിണിയിൽ വലഞ്ഞപ്പോൾ ജോലിയും അന്നവും തേടി മലയോര മേഖലകളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അങ്ങനെയാണ് 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ കോഴിക്കോട്ടുകാരൻ മൊയ്തീൻകുട്ടി എന്നവരുടെ മകൻ മമ്മദ് കോയ എന്നിവർ ഇന്നത്തെ പാഴൂരിന്റെ ഭാഗത്തുള്ള മുന്നൂര് വന്ന് താമസമാക്കുകയും അവിടെ പുലക്കുത്ത് എന്ന കുടുംബം പിറവികൊള്ളുന്നതും. വേട്ടയാടപ്പെടുന്ന കാലത്ത് ജീവനോടെ ഇരിക്കുക എന്നത് തന്നെ അത്ഭുതമാകുന്നിടത്താണ് 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അചഞ്ചലമായ വിശ്വാസവും കലർപ്പില്ലാത്ത സ്നേഹവും ഈ നാടിന് നേട്ടമാകുന്നത്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള സഹനവുമായി മമ്മദ് കോയ എന്ന മഹാമനീഷി ഒരു കുടുംബം കെട്ടിപ്പടുത്തു. പുലക്കുത്ത് മമ്മദ് കോയയുടെ 5 ആൺമക്കളിൽ രണ്ടാമനായ അബ്ദുറഹ്മാൻ ഹാജി എന്നിവർ 1870-80 കാലഘട്ടത്തിൽ തന്റെ അടുത്ത പ്രദേശമായ കളന്തോട് വരികയും അവിടുത്തെ പ്രമുഖരായ എടപ്പാട്ട് ജന്മിമാരോട് 150ഓളം ഏക്കർ ഭൂമി പതിച്ചു വാങ്ങുകയും ചെയ്തു. കുണ്ടും കുളങ്ങളും കുന്നുകളുമൊക്കെ നിറഞ്ഞു നിന്ന പ്രദേശം കണ്ടിയിൽ എന്ന പേരിൽ അറിയപ്പെട്ടു. അബ്ദുറഹ്മാൻ ഹാജിയുടെ ജീവിതസഖി ചെറുവാടി പുതപ്പിലാശ്ശേരി വീട്ടിലെ ഉമ്മയ്യ എന്നിവരായിരുന്നു. അബ്ദുറഹ്മാൻ ഹാജിയുടെ കഠിനാധ്വാനവും മനക്കരുത്തും കണ്ടിയിലെന്ന തരിശുഭൂമിയെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇടമാക്കി മാറ്റി. നാട്ടിലും അയൽപ്രദേശങ്ങളിലുള്ളവരും ഒരു നേരത്തെ അന്നത്തിനും ചെറിയ ജോലികൾക്കുമായി അബ്ദുറഹ്മാൻ ഹാജിയെയും കണ്ടിയിൽ തറവാടിനെയും ഒക്കെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. മതബോധങ്ങളിലും ധർമ്മനിഷ്ഠയിലും കണിശത പുലർത്തിയ അബ്ദുറഹ്മാൻ ഹാജി ധീരനും ദയാലുവായിരുന്നു. കള്ളംതോട് വലിയ ജുമാഅത്ത് പള്ളിക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്തതും വാഹന സൗകര്യങ്ങളില്ലാത്ത കാലത്ത് നടന്ന് ഹജ്ജിന് പോയതും ഒരു ചരിത്രമായിരുന്നു. മുണ്ടും ജുബ്ബയും തലപ്പാവും ധരിച്ച് പുറത്തിറങ്ങുന്ന അബ്ദുറഹ്മാൻ ഹാജിയെ കാണാൻ തന്നെ അക്കാലത്ത് വല്ലാത്തൊരു കൗതുകമായിരുന്നുവെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. അബ്ദുറഹ്മാൻ ഹാജിയെപ്പോലെ ധർമ്മനിഷ്ഠയും സ്നേഹസമ്പന്നയുമായിരുന്നു ഉമ്മയും. അവരുടെ ഊഷ്മളമായ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഫലമായിരുന്നു കണ്ടിയിൽ കുടുംബത്തിന്റെ വളർച്ച. അബ്ദുറഹ്മാൻ ഹാജി ഉമ്മ ദമ്പതികൾക്ക് 8 കുട്ടികളുണ്ടായിരുന്നു. 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. മുഹമ്മദ് കുട്ടി എന്ന മൂത്ത മകൻ മൊയ്തു മൗലവിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും 5 വർഷം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഈ കുടുംബത്തിന്റെ രാജ്യസ്നേഹത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കുമുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ്.
മുഹമ്മദ് കുട്ടി, പാത്തുമ്മ, പീരാൻകുട്ടി, മറിയുമ്മ, ആലിക്കുട്ടി, ഹസൻകുട്ടി, മുഹമ്മദ്, ആമിന എന്നീ 8 സന്താനങ്ങളിൽ 5-മനായിരുന്നു ആലിക്കുട്ടി എന്ന ആലിക്കുട്ടി ഹാജി. പിതാവ് അബ്ദുറഹ്മാൻ ഹാജിയെ കൃഷിയിൽ സഹായിച്ചും മറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെയും തുടക്കം. അനുഭവങ്ങളിലൂടെ അക്ഷരങ്ങളും അക്കങ്ങളും സ്വായത്തമാക്കിയ അദ്ദേഹം പത്രവായന പതിവുള്ള ഒരാളായിരുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ കാളവണ്ടിയിൽ കയറ്റി വിപണിയിൽ കൊണ്ടുപോയി വിൽക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു. കണക്കുകൾ രേഖപ്പെടുത്തുന്നതിലും വരുമാനം തിട്ടപ്പെടുത്തുന്നതിലും അദ്ദേഹം നിപുണനായിരുന്നു. കൃഷിയോടൊപ്പം കന്നുകാലി സംരക്ഷണവും കാളവണ്ടി പരിപാലനവുമൊക്കെ അദ്ദേഹത്തിൻ്റെ പതിവ് ശീലങ്ങളിൽപ്പെട്ടതായിരുന്നു. പിതാവിനെ പോലെ തന്നെ ദീനീ കാര്യങ്ങളിൽ കണിശത പുലർത്തിയ ആലിക്കുട്ടി ഹാജി പിതാവ് വഖഫ് ചെയ്ത ഭൂമിയിൽ പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയാവുകയും പിന്നീട് പുനർനിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഒരുപാട് കാലം പള്ളിയുടെ നേതൃസ്ഥാനം അലങ്കരിച്ച ആലിക്കുട്ടി ഹാജി കളന്തോട് മഹല്ല് സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു. കപ്പൽ മാർഗത്തിൽ ഹജ്ജ് ചെയ്ത ആലിക്കുട്ടി ഹാജി സൗമ്യമായ ഇടപെടലുകളും കുട്ടികളോടും വലിയവരോടും സ്നേഹപൂർണമായ പെരുമാറ്റവും കൊണ്ടും നാട്ടുകാർക്കെല്ലാം അത്താണിയായി നിലകൊണ്ട മഹൽ വ്യക്തിത്വമായിരുന്നു. നെച്ചൂളി അഹമ്മദ്, ഫാത്തിമ എന്നിവരുടെ മകളായ ബിച്ചി പാത്തുമ്മ എന്നിവരായിരുന്നു ആദ്യ ഭാര്യ. സ്നേഹവതിയായ മഹദിയിൽ ഉമ്മയ്യ, അബ്ദുറഹ്മാൻ, ഫാത്തിമ എന്നീ 3 കുട്ടികളുണ്ട്. അവരുടെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്നാണ് കാളരാന്തിരി മൂത്താൻ വീട്ടിൽ കുഞ്ഞാലി ഹാജിയുടെ മകളായ ഉമ്മയ്യ എന്നിവർ ആലിക്കുട്ടി ഹാജിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. രൂപം പോലെ തെളിമയുള്ള സ്വഭാവ സവിശേഷതയ്ക്കുടമയായിരുന്നു ഉമ്മയ്യ ഉമ്മ. ആലിക്കുട്ടി ഹാജിയുടെ കൂടെ കരുത്തായി നിലകൊള്ളുകയും വീട്ടിൽ പട്ടിണിയായാലും ഉള്ളത് നാട്ടുകാർക്കും പാവങ്ങൾക്കും ദാനം ചെയ്യുന്ന ഒരു ഉത്തമ ധർമ്മിഷ്ഠയായിരുന്നു ഉമ്മയ്യ ഉമ്മ. അവരുടെ അന്തസ്സുറ്റ പെരുമാറ്റമാണ് ആലിക്കുട്ടി ഹാജിക്കും കുടുംബത്തിനും പെരുമ തീർത്തത്. ആലിക്കുട്ടി ഹാജി ഉമ്മയ്യ ദമ്പതികൾക്ക് മുഹമ്മദ്, മറിയ, കുഞ്ഞാലി, ആമിന, അബൂബക്കർ, സൈനബ, ആയിഷ, അബ്ദുള്ള എന്നിവരാണ് മക്കൾ. ഉമ്മയ്യ ഉമ്മ തൻ്റെ 8 മക്കളോടൊപ്പം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ 3 കുട്ടികളെയും ചേർത്ത് 11 പേരെയും ഒരേപോലെ നോക്കി നാടിനും ദീനിനും സമൂഹത്തിനും ഉപകരിക്കുന്ന വിധത്തിൽ വളർത്തി വലുതാക്കിയതാണ് അവരുടെ മാതൃത്വത്തിൻ്റെ അടയാളം. ആലിക്കുട്ടി ഹാജിയുടെ നല്ല പാതിയായി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയപരാജയത്തിൽ ഒപ്പം നിന്ന മഹദി 2005 മെയ് മാസത്തിൽ 26-ാം തീയതി റബീഉൽ ആഖർ 12-ന് വിട പറഞ്ഞപ്പോൾ തെങ്ങിൻ തോട്ടത്തിൽ കുടുംബത്തിൻ്റെ വിളക്കാണ് അണഞ്ഞുപോയത്. പ്രാണനായവളുടെ വിയോഗം കഴിഞ്ഞ് അധികകാലം ജീവിച്ചില്ല എന്നതായിരുന്നു അവർ പരസ്പരം എത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു എന്നതിൻ്റെ ഒരു പൊരുൾ. പ്രിയതമയുടെ വേർപാടിൻ്റെ വേദന വേറി മാസങ്ങൾക്കുള്ളിൽ തന്നെ 2006 ജനുവരി 23-ാം തീയതി ദുൽഹജ്ജ് 23-ന് അന്നത്തെ വാർത്താവിനിമയ സംവിധാനമായ റേഡിയോയിലെ പ്രഭാത വാർത്തയിൽ ഒന്ന് പൗരപ്രമുഖൻ കണ്ടിയിൽ ആലിക്കുട്ടി ഹാജി അന്തരിച്ചു എന്നതായിരുന്നു. അവരിരുവരെയും സ്വർഗത്തിൽ സർവശക്തൻ ഒരുമിപ്പിക്കട്ടെ. ആമീൻ. ഒരു വേരിൽ നിന്നും വന്ന മരത്തിലെ ശിഖരങ്ങളെ കാറ്റ് വേറിട്ട് നിർത്തുന്നതുപോലെ കോഴിക്കോട്ടെ മൊയ്തീൻകുട്ടി വഴി പുലക്കുത്ത് മമ്മദ് കോയിലൂടെ കണ്ടിയിൽ അബ്ദുറഹ്മാൻ ഹാജിയിൽ പിറന്ന അലിക്കുട്ടി ഹാജിയുടെ 11 മക്കളിലൂടെ തുടരുന്ന തെങ്ങിൻതോട്ടത്തിൽ കുടുംബത്തിൻ്റെ പോരിശ പരക്കട്ടെ. രക്തത്താൽ ഐക്യപ്പെട്ടു വന്ന വഴികളുള്ളവരെ സ്മരിച്ചുകൊണ്ട് ഈ സ്നേഹവൃക്ഷത്തിലെ സഹശിഖരങ്ങളെ ചേർത്തുവച്ച് നമുക്ക് നന്മയുടെ തണൽ വിരിക്കാം. പരസ്പരം സ്നേഹത്തിൻ്റെ മഹത്തായ